Meet the editors. അടുത്ത വിഷയത്തിലേക്കാണ്. CMRL മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന്റെ നിർണായക നീക്കം. പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ ആസ്ഥാനത്ത് SFIO സംഘം പരിശോധന നടത്തി. പരിശോധന 3 മണിക്കൂറിലേറെ നീണ്ടു. CMRL ഓഹരി പങ്കാളിത്തമുള്ള KSIDCയുടെ ഇടപാടുകളാണ് SFIO പരിശോധിച്ചത്. CMRL മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ഇന്ന് ഉച്ചയോടെയാണ് KSIDCയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തെത്തിയത്. വിവാദ കരിമണൽ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തമാണ് പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലേക്ക് SFIO എത്താൻ കാരണം. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ 4 സംഘം 3 മണിക്കൂറിലേറെ പരിശോധന നടത്തിയാണ് മടങ്ങിയത്. CMRLും KSIDCയും തമ്മിലുള്ള ഇടപാടുകളാണ് SFIO പരിശോധിച്ചത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ SFIO സംഘം തയ്യാറായില്ല. CMRL ആസ്ഥാനത്തെ 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് SFIO സംഘം തലസ്ഥാനത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകളാണ് SFIO അന്വേഷിക്കുന്നത്. 1.72 കോടി രൂപയാണ് എക്സാലോജിക്കിന് CMRL നൽകിയത്. കൺസൾട്ടൻസിയായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ CMRLനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം SFIOയുടെ കൈകളിലെത്തിയത്. ഇനി SFIO സംഘം വീണയുടെ മൊഴി എപ്പോൾ രേഖപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിൽ സമരം നടത്തുന്നതിന് തലേന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SFIO സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴി എപ്പോൾ SFIO രേഖപ്പെടുത്തുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റുമാരായ പ്രവീൺ നെല്ലിമൂടിനും മനു ബാലകൃഷ്ണനും ബിബിനുമൊപ്പം റിപ്പോർട്ടർ R. റോഷിപ്പാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അന്വേഷണം അതിവേഗം എത്തിയോ എന്നാണ് ചോദ്യം. നമുക്ക് സമയം 9:50 ആയിരിക്കുന്നു. 2.5 മിനിറ്റ് വീതം പറഞ്ഞ് വേഗം തീർക്കാം. സുജയ തുടങ്ങിക്കോളൂ. ശരി. SFIOയുടെ സാറിനൊരു ചിരി. 2.5 എനിക്ക് 2 മതി. SFIOയുടെ ഉദ്യോഗസ്ഥരുടെ പരിശോധന അതിവേഗമാണ് പോകുന്നത്. നമുക്കറിയാം, 31-ാം തീയതി ജനുവരി 31-ന് SFIOയ്ക്ക് അന്വേഷണം വിടുന്നു. 5-ാം തീയതി CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുന്നു. 6-ാം തീയതിയും അവിടെ പരിശോധന. അതോടൊപ്പം ആദായനികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വിവരങ്ങൾ തേടുന്നു. വളരെ വേഗത്തിലാണ്, മണിക്കൂറുകളോളം പരിശോധനകൾ വളരെ വേഗത്തിൽ അവർ പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്തേക്കുള്ള ക്രാഷ് ലാൻഡിംഗ്. തിരുവനന്തപുരത്തേക്ക് വരുന്നു. KSIDCയുടെ ഓഫീസ് അത് രാവിലെ പൂട്ടിക്കിടക്കുന്നു. അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ അത് പിന്നീട് തുറക്കുന്നു. വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ ദിവസം ഉടനീളം നമ്മൾ കണ്ടത്. അതിനിടയിൽ ഉച്ചയാകുമ്പോഴേക്കും ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഹൈക്കോടതിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണം, SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ള KSIDCയുടെ ആവശ്യം വരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്കാണ് വരുന്നത്. ആ ആവശ്യം ഹൈക്കോടതി തള്ളിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണത്തെ ഭയക്കുന്നത്? ആവശ്യമായ രേഖകളൊക്കെ കൈമാറിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. അന്വേഷണത്തോട് സഹകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകേണ്ടത്, കാരണം പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. എക്സാലോജിക്കിൽ പോയി പരിശോധിക്കുന്നത് പോലെയോ CMRLിൽ പോയി പരിശോധിക്കുന്നത് പോലെയല്ല. CMRLിൽ ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDCയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുമ്പോൾ സർക്കാരിന് സ്വാഭാവികമായും അതിലൊരു നെഞ്ചുരുകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ 2013 മിനിറ്റ്സ് അടക്കമുള്ള രേഖകളാണ് SFIOയ്ക്ക് KSIDC കൊടുക്കേണ്ടത്. അതിന് സമയം വേണം എന്നതാണ് KSIDC ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിനെ കുറിച്ച് നോക്കൂ. എക്സാലോജിക്ക് 1.72 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്ന വീണ ടി 1.72 കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റി എന്നുള്ളതാണല്ലോ ഇതിന്റെ ഒരു ആധാരമായി കിടക്കുന്ന സംഗതി. അതിനെല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. ശരിക്കും ഇഴകേറി പരിശോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഓഹരി പങ്കാളിത്തമുള്ള KSIDCയിൽ പോയി അവരുടെ മിനിറ്റ്സ് അടക്കം പരിശോധിക്കുകയാണ്. ഇവിടുത്തെ കുറിപ്പുകൾ മാത്രമല്ല, അറ്റാദായം പരിശോധിക്കുകയാണ്. അറ്റാദായം 73 കോടിയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കോടികൾ, അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം തുകയാണ് എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ വിജയന് കൊടുത്തത് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൊടുത്തതുമൊക്കെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. അപ്പോൾ കിട്ടുന്ന പണത്തേക്കാൾ കൂടുതൽ, അപ്പോൾ അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നോക്കുന്നത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ 4 ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധന നടത്തിയിരിക്കുന്നത്. വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിച്ച് ട്രാക്ക് റെക്കോർഡുള്ള, വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി തെളിയിച്ചിട്ടുള്ള അരുൺ പ്രസാദും സംഘവും എത്തുമ്പോൾ അതിൽ ഭയക്കേണ്ടതുണ്ട്. അന്വേഷണം അതിവേഗം തന്നെയാണ്. നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും. ശരി, ഈ വീണ വിജയനെതിരെയാണ് ഈ അന്വേഷണം എന്ന് കരുതി കൈയടിച്ചു കൊടുത്തവരൊക്കെ ഒന്നുകൂടി ഒന്ന് നിവർന്നിരുന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ്
എനിക്ക് തോന്നുന്നത്. കാരണം SFIO അന്വേഷിക്കുകയാണ് എങ്കിൽ ഈ 6 സംഘം അന്വേഷിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും CMRലുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്രമക്കേടും ഈ വിഷയം വന്ന അന്നു മുതൽ ചർച്ചയിൽ ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം, വീണ വിജയൻ്റെ ഇത് എന്ന് പറയുന്നത് ഒരു ഇനി അഥവാ അത് സ്ഥാപിക്കപ്പെട്ടാൽ തന്നെ ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമാണ്. വീണ വിജയനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ച്വൽ വയലേഷനെ കുറിച്ച് മാത്രമാണ് വീണ വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാനാവുക. അതേസമയം രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, പോലീസുകാർ, അമ്പലങ്ങൾ ഇവർക്കൊക്കെ തന്നെയും കണക്കിൽപ്പെടാത്ത പണം നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അപ്പോൾ വീണ വിജയനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ദിരാഭവനിലേക്കും ലീഗ് ഹൗസിലേക്കും മാധ്യമപ്രവർത്തകരുടെ ഓഫീസുകളിലേക്കും ഉദ്യോഗസ്ഥരുടെ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒക്കെ തന്നെയും SFILന് പോണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇന്നിപ്പോൾ KSIDC ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 50 കമ്പനികളിൽ ഞങ്ങൾക്ക് നോമിനികളുണ്ട്, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളിൽ അന്വേഷണം നടത്തുന്നത് എന്തിനാണെന്നുള്ളൊരു സ്വാഭാവിക ചോദ്യമാണ് അവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. കോടതി നിങ്ങൾക്ക് എന്താ ഭയമുണ്ടോ എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനോട് ചോദിക്കുകയും ചെയ്തു. സ്വാഭാവികമാണെന്നുള്ളതാണ്. ഏതായാലും നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ, മുസ്ലിം ലീഗ് നേതാക്കളുടെ കാര്യത്തിനകത്ത് അന്വേഷണം വരികയാണ് എങ്കിൽ അതൊരു ലോങ് പ്രോസസ്സായി മാറും. ലോങ് പ്രോസസ്സായി മാറുന്നത് എങ്ങനെയാണ്? ഇത് കേന്ദ്ര സർക്കാരിനാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഏതെങ്കിലും കോടതികൾക്കല്ല റിപ്പോർട്ട് കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന് പിന്നീട് ഈ പറയുന്ന നേതാക്കൾക്കെതിരെ, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇതൊരു വലിയ വജ്രായുധമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് വീണ വിജയനെതിരായിട്ടാണ് ഈ പറയുന്ന SFIL എന്ന് പറയുന്ന ഏജൻസി അന്വേഷണം നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നവർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുന്നത്. വീണ വിജയൻ്റെ കാര്യത്തിലകത്ത് തുടർച്ചയായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇൻവോയ്സ് കൊടുത്ത് സർവീസ് ഉണ്ടായി, ആ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ക്രിയേറ്റ് ചെയ്ത്, ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെൻറ്റ്. അതിന് IGSTയും GSTയും TDSും അടച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ട്രാൻസാക്ഷൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇല്ലീഗൽ ആക്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇനി CMRലും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പറയുകയാണെങ്കിൽ തന്നെ അതൊരു കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമാണ്. ശരി, CMRൽ 13% ഓഹരിയാണ് KSIDCക്കുള്ളത്. 13% ഓഹരിയുള്ളവർക്ക് CMRനെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ അതിവേഗത്തിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ള കാര്യം ശരിയാണ്. അതിവേഗം അന്വേഷണം നടന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. അതിവേഗം ബഹുദൂരം പോയി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര ദൂരം പോകും, ഏതുവരെ പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത്. ഇപ്പോൾ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വജ്രായുധമാണെന്ന് പറയുമ്പോൾ ആ വജ്രായുധം ആർക്കെതിരെ ഉപയോഗിക്കണമെന്നതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു പ്രത്യേക മേഖലയിലേക്ക് മാത്രം പോകുമോ എന്നും അറിയേണ്ടതുണ്ട്. ഇതിപ്പോൾ ഈ കോടതി എന്ന് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇന്നല്ല യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ തന്നെ ഇവർ വരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ഈ KSID ആസ്ഥാനത്ത് അതിനുള്ള നോട്ടീസ് നൽകിയിരുന്നു. ഇന്നലെ ഹരികിഷോറിനും ഇമെയിൽ വഴിയാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇന്നലെ അർദ്ധരാത്രി തന്നെ വലിയ കൂടിയാലോചനകൾ നടക്കുന്നു. മന്ത്രി P രാജീവിൻ്റെ, വ്യവസായ മന്ത്രിയുടെ ഓഫീസും നടത്തിയ അസാധാരണമായ നീക്കങ്ങളാണ്. പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന തന്നെ തടയണം എന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആലോചന പോകുന്നു? വന്ന് പരിശോധിച്ച് പോകട്ടെ എന്നൊരു തീരുമാനം എടുക്കാമല്ലോ. അപ്പോൾ എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ എന്നിവിടെ കോടതി ചോദിക്കുന്നു. അപ്പോഴും ജഡ്ജി ആരാണ് എന്നുള്ളത്, ജഡ്ജിക്ക് രാഷ്ട്രീയമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ അപ്പുറത്ത് ഉയരുന്നുണ്ട്. ഏതായാലും നമുക്കിത് ഏത് വരെ പോകും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഏത് സമയം വരെ പോകും? ഇത് ഈ പ്രത്യേക സമയത്ത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക തരം പരിശോധനയാണോ? SFIയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരം ഉദാഹരണങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിക്കാനില്ല. ഉണ്ടല്ലേ, കാർത്തി ചിദംബരത്തിന്റെ കാര്യത്തിലുണ്ട്. പക്ഷേ അതേസമയം അതിലൊരു കേസുണ്ട്, ഇതിലും കേസുണ്ട്. പക്ഷേ ആ കേസിൽ സത്യൻ രാജുവിന്റെ കേസ്, അതെ, കേസ് സീരിയസ് ആയിട്ടുള്ള കേസുകൾ തന്നെയാണ്, സാമ്പത്തിക കുറ്റങ്ങൾ തന്നെയാണ്. അതെ, അപ്പൊ ഇതിൽ എവിടെ വരെ പോകും, ഈ വജ്രായുധം എവിടെ ഉപയോഗിക്കും എന്നുള്ളിടത്താണ് ചോദ്യം നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ നാളെ എവിടേക്ക് എത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, ഇതിനകത്ത് ഞാനല്ലേ പറയണ്ടേ, അതെ, 3 ഘട്ടങ്ങളായിട്ടാണല്ലോ ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. എന്നാൽ 3ാമത്തെ ഘട്ടത്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നോക്കൂ, അതിനകത്ത് ഒന്ന് CMRലാണല്ലോ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. 135 കോടി രൂപയുടെ ഇടപാട്. ആ 135 കോടി രൂപ ആരൊക്കെ കൈപ്പറ്റി എന്നതിനെ സംബന്ധിച്ച് CMRൽ ഒരു വെളിപ്പെടുത്തൽ ഇൻകം ടാക്സിൻ്റെ കമ്മിറ്റിക്ക് നൽകുന്നു, സ്റ്റാറ്റ്യൂട്ടറി ഇതിന് ബോഡിക്ക് നൽകുന്നു. അവരതിന് നികുതി ഇളവ് കൊടുക്കുന്നു. അവിടെ അത് അവസാനിക്കുന്നു. പക്ഷേ പിൽക്കാലത്ത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അതിനകത്ത് ഉമ്മൻചാണ്ടി ഇപ്പോൾ മരിച്ചുപോയി. രമേശ് ചെന്നിത്തല ഞാൻ വാങ്ങിച്ചതാണ് പൈസ, പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി പൈസ വാങ്ങിച്ചത് സമ്മതിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പക്ഷേ PV ഞാനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CMRൽ ഇപ്പോൾ അത് അന്വേഷിച്ചു. CMRലെ ആദ്യത്തെ അന്വേഷണം കറക്റ്റാണ്. CMRൽ തന്നെയാണ് ഇപ്പോൾ നികേഷ് സൂചിപ്പിച്ചതുപോലെ CMRലാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്ന് തന്നെയാണ് അന്വേഷണം ആരംഭിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കൃത്യമാണ്. അവിടെ നിന്ന് അവർ ആരംഭിക്കുമ്പം അവർക്ക് ഈ പറയുന്ന കണക്ക് KSIDCയിലേക്ക് വന്നേ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് 13% ഓഹരി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾ അതിൻ്റെ എല്ലാ വരുമാനവും അതിൻ്റെ ചിലവും അറിഞ്ഞിരിക്കണം.
അതിൻ്റെ ആദായം ലഭിക്കുന്നവരാണ്, അതിൻ്റെ ലാഭവിഹിതം ലഭിക്കുന്നവരാണ്. ഇപ്പോൾ 135 കോടി രൂപ ഇത്തരത്തിൽ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് അത് ആ ഡയറക്ടർ ബോർഡിൽ ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ 135 കോടി രൂപ ഇപ്പം അതിനകത്ത് 18 കോടി രൂപ കിട്ടണ്ടേ? 13.5% നമുക്ക് ഓഹരി ഉണ്ട് എങ്കിൽ 18 കോടി രൂപ നമ്മുടെ പൊതു ഖജനാവിലേക്ക് എത്തണം. ആ പൈസ കിട്ടാത്തതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ KSDC കേസിൽ പോകേണ്ടത്. എന്നിട്ട് അതാണ് അതിൻ്റെ അകത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രശ്നം. കിട്ടാത്തതിൽ കുഴപ്പമില്ല. അല്ല, അതല്ല, അതും അപ്പോൾ എന്തായാലും പിന്നെ KSDC സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത അന്വേഷണ ഘട്ടത്തിലേക്ക് വരുന്ന 2ാം ഘട്ടമാണത്. അതും അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ആകാംക്ഷയുള്ളത് എക്സാലോജിക്കിൻ്റെ കാര്യത്തിനകത്താണ്. എക്സാലോജിക്ക് ഈ കാര്യത്തിനകത്ത് ഒരു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടൊരു കേസ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അതിൻ്റെ വാർത്താ പ്രാധാന്യം നിൽക്കുന്നത്. അതിനകത്തൊരു തർക്കവുമില്ല. CMRൽ എന്നാൽ അതിനേക്കാളും വളരെ സീരിയസ് ആയ കേസുമാണ്. CMRലിൻ്റെ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇതെല്ലാം വരട്ടെ. അപ്പോൾ CMRൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ KSIDCയിൽ എത്തി നിൽക്കുന്ന KSIDCക്കും ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട്. അത് അവർ വിശദീകരിക്കേണ്ടി വരും. അതൊരു ഇപ്പോൾ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. 50 സ്ഥാപനങ്ങളിൽ നോമിനികളുണ്ട് എന്നുള്ളത് ഇന്ന് CS വൈദ്യനാഥൻ കോടതി പറഞ്ഞിട്ടുണ്ട്. 13% വാങ്ങിച്ചിട്ട് അവിടെ പോയ ഡയറക്ടർ ബോർഡിൽ പോയി ഇരുന്നാൽ എന്തവിടെ നടക്കുന്നു എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. കാരണം അത് ജനങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട പൈസയാണ്, അതിൻ്റെ ലാഭവിഹിതം ഇങ്ങോട്ട് കിട്ടേണ്ട പൈസയാണ്. ആ പൈസയുടെ ഉത്തരവാദിത്വം അവർ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും KSIDCക്ക് ഇതിനകത്ത് കൈ കഴുകി പോകാൻ കഴിയില്ല. അടുത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരു ഇടപാടെന്ന് പറയുന്നത് എക്സാലോജിക്കിലേക്കാണ്. അതിനൊട്ടും കാലതാമസം ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം 31-ാം തീയതി തീരുമാനം പ്രഖ്യാപിക്കുന്നു, 5-6 CMRൽ കഴിഞ്ഞു, ഇന്നിപ്പം 7-ാം തീയതി KSIDC കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നെ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ടല്ലോ. ഈ ദിവസങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യവും ഞാൻ മനസ്സിലാക്കും. അതിനെ തർക്കമൊന്നുമില്ല. കമ്പനി ഇല്ല എപ്പോൾ എവിടേക്ക് പോകും KSIDC, എവിടേക്ക് പോകും SFIO? വിളിപ്പിക്കാം. സാങ്കേതികത്വം അറിയത്തില്ല. അവർക്ക് അധികാരം വെച്ച് നോക്കുമ്പോൾ വിളിപ്പിക്കാനുള്ള ഈ മരവിപ്പിക്കുക എന്നാണല്ലോ പറയുന്നത്, ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ. അത് പൂട്ടിയെന്ന് അതിന് അർത്ഥമില്ല. മരവിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറയുന്ന അവർ കണ്ടെത്തിയിരിക്കുന്ന ഫ്രോഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഫ്രോഡ് ആസ്പെക്റ്റിലാണല്ലോ SFIO വരുന്നത്. അതായത് ഈ പറയുന്ന വ്യാജരേഖകൾ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഡോർമെന്റ് ആയിട്ട് കമ്പനി വേണമെങ്കിൽ ഇല്ലാതാകാം. അത് റിവോക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി എക്സിസ്റ്റ് ചെയ്യില്ല. കമ്പനി ഇല്ലല്ലോ. കമ്പനി ഡോർമെൻ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള വീണ തൈക്കണ്ടിയിലിനെ വേണമെങ്കിൽ വിളിപ്പിക്കാം. പക്ഷേ വീണ തൈക്കണ്ടിയിലിനോട് ചോദിക്കാനുള്ള കാര്യം എന്താണ് നിലവിൽ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് യാതൊരു സർവീസും കൊടുക്കാതെയാണ് വീണ തൈക്കണ്ടിയിൽ 1.72 കോടി രൂപ 3 വർഷം കൊണ്ട് കൊടുത്തത് എന്നുള്ളതാണ്. ഈ കാര്യം മാത്രമേ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ഉള്ളൂ. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി SFIO തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടും PK കുഞ്ഞാലിക്കുട്ടിയോടും ഇബ്രാഹിം കുഞ്ഞിനോടും PV പിണറായി വിജയനല്ല എന്ന് പറയുന്നു. മറ്റുള്ളവർ കൺസീഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടെന്ന്. എത്രയാണ് പൈസ തന്നത്, എന്ത് റസീദിൻ്റെ അടിസ്ഥാനത്തിൽ? കാരണം 16 കോടിയുടെ കണക്ക് ഇവർ പറയണം. 17 കോടിയുടെ കണക്ക് പറയണം ഇവർ. 17 കോടിയിൽ ഞങ്ങൾക്ക് 20,000 രൂപയെ തന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. 20,000 രൂപ ഈ പറയുന്ന പോലെ അക്കൗണ്ട് മുഖേന കൊടുക്കണ്ട. 21,000 രൂപ 20,001 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമലംഘനത്തിലൂടെയാണ് കൊടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസുകാർക്ക്, മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളി വേറെയാണ്. അതിലൊന്നും സാധാരണഗതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിൽ അവസാനിക്കാതെ അത് അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ വലിയ റെയ്ഡിലേക്കോ ഒക്കെ പോയാലും അത്ഭുതപ്പെടാനില്ല. അല്ല, അതിനകത്ത് എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ. ഈ കോൺട്രാക്ച്വൽ വയലേഷൻ എന്ന് പറയുന്നത് അത് ശരിയാണ്, അങ്ങനെയാണ് എങ്കിലും അതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ ഈ ഒരു രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നം. അതേ ഉള്ളൂ ഇതിനകത്ത്. പ്രധാനപ്പെട്ട വ്യക്തിയുടെ അവിടെയാണ് ആ കേസ് നിൽക്കുന്നത്. 1.25 കോടിയോ 1 കോടിയോ 10 ലക്ഷമോ ആണ് അതിൻ്റെ ആ ഗ്രാവിറ്റിയിലല്ല ഞാൻ ആ കേസിനെ കാണുന്നത്. ഞാൻ ആ കേസിനെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാത്തൊരു സേവനത്തിന് 1.25 കോടി, അതും ആരെയും വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു കമ്പനി ഇങ്ങനെ ഒരു സ്വാധീനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം മുഖ്യമന്ത്രിയുടെ മകളുമായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ച്വൽ വയലേഷൻ്റെ ഭാഗമായി സേവനമൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് 1.25 കോടി നിങ്ങൾ വാങ്ങിയത് തെറ്റാണ്, നിങ്ങളെ ഈ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാനുമായി കുറിച്ചാണ് സംസാരിക്കുന്നത്. ധാർമ്മികതയെക്കുറിച്ചാണെങ്കിൽ ധാർമ്മികത നമുക്ക് വിലയിരുത്താം. അത് നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇപ്പം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത് അറിയോ? SFIയുടെ അന്വേഷണം അതിദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. SFIL എന്ന് പറയുന്ന അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ UDF നേതാക്കൾ വലിയ വാശിയോടുകൂടി കൈയടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരിലേക്ക് തന്നെ അവരിലേക്ക് തന്നെ തിരിയാതിരുന്നാൽ അവർക്ക് കൊള്ളാം. നമുക്ക് നോക്കാം. അന്വേഷണം അതിവേഗം എത്തിയോ എന്നുള്ള ചോദ്യത്തിന് 4 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
Meet the editors.